റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കാണിച്ച് സ്ത്രീയുടെ നേതൃത്വത്തിൽ വൻ തട്ടിപ്പ് എന്ന വിവരമാണ് വരുന്നത്. തിരുവനന്തപുരം പോങ്ങുമൂട് സ്വദേശി ഹരിനാരായണന്റെ 3 ഏക്കർ ഭൂമി പലർക്കും കാണിച്ചു കൊടുത്ത് പണം വാങ്ങിയെന്നാണ് പരാതി. പനവൂർ സ്വദേശിയായ അർബുദ രോഗി സജിതയുടെ മകന്റെ കയ്യിൽ നിന്ന് ശ്രീകാര്യം സ്വദേശി ജയശ്രീ പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 1 വർഷം മുൻപ് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ഭൂമിയോ കൊടുത്ത പണമോ കിട്ടാതായതോടെ നെടുമങ്ങാട് പോലീസിൽ നൽകിയ പരാതിയിൽ ജയശ്രീക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം ജയശ്രീക്കൊപ്പം പണം തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന മോഹൻകുമാർ പനയമുട്ടം, കാട്ടാക്കട സുരേന്ദ്രൻ എന്നിവർക്കെതിരെ കേസെടുത്തില്ലെന്നും പരാതിക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണണം, ഒപ്പം അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. ചേച്ചി, ആഗസ്റ്റ് 17 2025 ഞാൻ ഒരു 10,000 രൂപ തന്നിട്ട് ഇന്നിപ്പം ചേച്ചിയുടെ കയ്യിൽ ഒരു 5,000 രൂപ പോകുന്നു. ഇല്ല സാർ, ഓക്കെ 59,000 രൂപ. 40,000 രൂപ. ചേച്ചി, ആഗസ്റ്റ് 17 2025 ഞാൻ ഒരു 10,000 രൂപ തന്നിട്ട് ഇന്നിപ്പം ചേച്ചിയുടെ കയ്യിൽ ഒരു 5,000 രൂപ കൊടുക്കുന്നു. ഇതെന്താ സംഭവം സാറേ? 2024 ആഗസ്റ്റ് 17 മോഹൻകുമാർ വിശ്വകർമ്മ എന്ന് പറയുന്ന ആൾ, പനയട്ടത്തുള്ള ആളാണ്, എന്നെ വീട്ടിൽ വന്ന് കണ്ട് എൻ്റെ അമ്മ വയ്യാതിരിക്കുന്നുണ്ട്, 3 സെൻറ്റ് വസ്തു ശ്രീകാരി എലംകുളത്ത് ജയശ്രീ എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ 3 ഏക്കർ വസ്തു ഉണ്ട്, കിട്ടുമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ വസ്തുവിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് 2020 ഫെബ്രുവരി 18 എൻ്റെ 1,40,000 ജയശ്രീ എന്ന ആൾ വാങ്ങിച്ച്. ഈ മോഹനൻ എന്ന ആളാണ് എന്നെ ഈ ജയശ്രീ എന്ന ആളിന് ഇവിടെ വസ്തു കിട്ടുമെന്ന് എലംകുളത്തുകൊണ്ട് എന്നെ പെടുത്തിയത്. ഞാൻ മാത്രമല്ല സാറേ, അന്ന് വസ്തു വളർന്നപ്പോൾ കണ്ണൂരുള്ള ക്യാൻസറുള്ള ഒരു അമ്മയ്ക്കും മോനിക്കും കൂടെ ഇവിടെ വസ്തു വളർന്നു. അവർക്ക് 3 സെൻറ്റ് അളന്നിട്ട്, എനിക്ക് 3 അവർക്ക് 3, അവരെയൊന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അവർ പിന്നെ വേറെ ഒരുപാട് ആൾക്കാരെന്ന് ഈ ഭൂമി ഇത് എനിക്ക് അളക്കണത് തന്നെ വേറെ ആൾക്കാണെങ്കിൽ ഇങ്ങനെ ഭൂമി അളന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഭൂമിയല്ല, ഇത് അവരുടെ ഭൂമിയല്ല, ഇത് ഹരിനാരായണൻ എന്ന ആളിൻ്റെ ഭൂമിയാണ്. ഇവർ എഗ്രിമെൻ്റ് എല്ലാം എഴുതി തന്നിട്ടുണ്ട് എനിക്ക്. അതിലെല്ലാം വിവരാവകാശ പ്രകാരം എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അവർക്ക് ഒരു ഭൂമി ഇല്ല എന്നുള്ള തെളിവാണ് ഈ എൻ്റെ കൈവശിരിക്കുന്ന ഈ രേഖകളല്ല. ഇത് അവർ 1 വർഷം മുമ്പ് പണം വാങ്ങി. എന്നിട്ട് ഇപ്പം എന്തായി സ്ഥിതി? ഇപ്പം ഭൂമിയില്ല. ഈ ഭൂമി ഹരിനാരായണൻ്റെ ഭൂമിയാണിത്. അപ്പം ആ ഭൂമി എനിക്കൊരിക്കലും കിട്ടൂല. എൻ്റെ പൈസ ആ പുള്ളിക്കാരുടെ കയ്യിൽ ഇരിക്കണം. ജയശ്രീ തിരിച്ച് തരണമില്ല, എന്നെ ചീത്തയും ബഹളമായിട്ട് നിൽക്കണം. ഇത് വിവരാവകാശ പ്രകാരം പരാതിയായിട്ട് പോലീസിൽ പോയപ്പോൾ എന്താ അവസ്ഥ? പോലീസിൽ പോയപ്പോൾ അവരെ പേര് ഒരു വിധത്തിനും കേസ് എടുക്കൂല നെടുമങ്ങാട് പോലീസ്. പിന്നെ മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിലൊക്കെ പരാതി കൊടുത്തതിന് പ്രകാരം പോലീസ് ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തെന്ന് പറയണം. വേറെ മറ്റൊരുപാട് പരാതി ഇവർക്കെതിരെ ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് പരാതി ശ്രീകാര്യം, നെടുമങ്ങാട്, കഴക്കൂട്ട് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഈ ജയശ്രീയുടെ വീട് ഒത്തിരി പരാതികളുണ്ട്. എല്ലാവരെയും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഒരു 10-20 കുടുംബങ്ങളെ ഒരു 50 ലക്ഷം രൂപ ഈ ജയശ്രീ പറ്റിച്ചിട്ടുണ്ട്. ആരായിരിക്കും ജയശ്രീൻ്റെ കൂടെയുള്ളവർ? ആൾക്കാരാണ് എന്താ അവരെ തടയാൻ പറ്റാത്ത? മോഹൻകുമാർ വിശ്വകർമ്മ പനയട്ടമാണ് ജയശ്രീയുടെ കൂടെ 20 വർഷമായിട്ട് സുഹൃത്തെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കണം. പിന്നെ കാട്ടാക്കടുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും ഈ ജയശ്രീയുടെ കൂടെ ഉണ്ട്. ഇവർ രണ്ട് നല്ല സ്വാധീനമുള്ള ആൾക്കാരാണ്. പോലീസുമായിട്ടും എല്ലാ ഇതിലും സ്വാധീനമുള്ളതുകൊണ്ട് ഇവരാണ് ഈ പൈസ വാങ്ങിച്ച് ഇവർ 3 കൂടെയാണ് എടുക്കണത്, ഈ പാവങ്ങളെ പൈസ. പേര്? എൻ്റെ പേര് അൻഷാദ് എന്നാണ് സാറേ. അമ്മ വയ്യ? എൻ്റെ അമ്മ വയ്യാത്തതുകൊണ്ടാണ് എനിക്ക് 3 സെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് മോഹൻകുമാർ പനയമുട്ട എൻ്റെ വീട്ടിൽ വന്നാണ് 2024 ഓഗസ്റ്റ് 17 രാവിലെ, ചിങ്ങം 1 രാവിലെ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വസ്തു കൊണ്ട് പെടുത്തണം. അതുപോലെ TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് മറ്റൊരാളുടെ പേരിലുള്ള ഭൂമി അത് സ്വന്തം പേരിലാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, ഇങ്ങനെ പലരിൽ നിന്ന് പണം വാങ്ങി. ഇതിപ്പോൾ ഒരാളുടെ അനുഭവമാണ് പറയുന്നത്. അത് തന്നെ നമ്മെ ഞെട്ടിക്കുന്നതാണ്. അയാൾ പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇങ്ങനെ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല. മറ്റൊരാളുടെ പേരിലുള്ള ഭൂമി സ്വന്തം പേരിലെന്ന് കാണിച്ചു എന്നത് മാത്രമല്ല, പലരിൽ നിന്നും എത്ര രൂപ തട്ടിയെടുത്തു എന്ന് പോലും വ്യക്തമാക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ. വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, അല്ലേ? ഉറപ്പായും വിനീത, ഗുഡ് ഈവനിങ്. പറഞ്ഞതുപോലെ ഇതൊരു സങ്കടമുള്ള കാര്യം കൂടിയാണ്. കാരണം വിനീത, ഈ പറയുന്ന അൻഷാദിൻ്റെ അമ്മ സജിത, അവർ ഒരു ക്യാൻസർ രോഗിയാണ്. ജീവിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഈ അൻഷാദിൻ്റേത്. ഈ അൻഷാദിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ പല തവണയായി
1.5 ലക്ഷം രൂപ വാങ്ങിച്ചത് 6 ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന നഗരത്തിലെ ശ്രീകാര്യത്തിനടുത്തുള്ള 3 സെന്റ് ഭൂമി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുന്നത്. അഡ്വാൻസ് വാങ്ങിക്കുന്നു, പിന്നാലെ എഗ്രിമെന്റും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ കാണുന്ന ഭൂമി ഹരിനാരായണന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള ഭൂമി കാണിച്ച് ഇതാണ് നിങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞ് ആ അളവുകാരെയൊക്കെ കൊണ്ടുവന്ന് അളന്ന് സ്കെച്ചൊക്കെ ആക്കി കൊടുത്ത് വിശ്വസിപ്പിക്കുകയാണ് ഈ പാവങ്ങളെ. ഇവർ മാത്രമല്ല വിനീത, നിരവധി പേരെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ആ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇവരുടെ പേര് ജയശ്രീ എന്നാണ്. ശ്രീകാര്യത്തിനടുത്താണ് നേരത്തെ താമസമുണ്ടായിരുന്നത്. പക്ഷേ നെടുമങ്ങാട് പോലീസ് കേസെടുത്തപ്പോൾ അവർ കാട്ടാക്കടയാണ് താമസം എന്ന് പറയുന്നു. കാട്ടാക്കട നിലവിൽ വാടക വീട്ടിലോ മറ്റോ താമസമാണ് എന്നാണ് അറിയുന്നത്. ഈ ജയശ്രീക്കെതിരെ പോലീസിൽ പരാതി കൊടുത്താൽ പരാതി കേസാക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം. ഈ അൻഷാദിന്റെ കേസിൽ തന്നെ നെടുമങ്ങാട് പോലീസിൽ നേരത്തെ പരാതി കൊടുത്തു. പലതവണ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു, കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി പോയതോടുകൂടിയാണ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. മാത്രവുമല്ല, ആ സമയത്ത് ജയശ്രീയുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഇടനിലക്കാർ, ആ 2 ഇടനിലക്കാരെയും ഒഴിവാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. 6 ലക്ഷം രൂപ ആകെ വേണമെന്ന് പറഞ്ഞ് ആദ്യം 1.5 ലക്ഷം വാങ്ങി. പിന്നെ നടപടികളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റു തുക ഈ അൻഷാദ് കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇതിലെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമുള്ളത്, ഈ ഭൂമിയുമായി ജയശ്രീ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബന്ധവുമില്ല. അവിടെയുള്ള മറ്റാളുടെ ഭൂമി കാണിച്ചാണ് ഈ പറയുന്ന പണം ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരുടെ പരാതികൾ നമുക്ക് മുന്നിലുണ്ട്. അവരെ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എത്തിക്കണം. കാരണം ടി വി പ്രസാദ്, പാവപ്പെട്ട ആളുകൾ അവരുടെ നമുക്കറിയാം ഒരു ഭൂമി വാങ്ങുന്നു, അത് വീട് വെക്കാനൊക്കെ ആയിരിക്കാം. എങ്ങനെയായിരിക്കും സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് ഭൂമി വാങ്ങുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ. ഭൂമി മറ്റൊരാളുടെ പേരിലുള്ള ഭൂമിയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഭൂമിയാണെന്ന് കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയത്. ഭൂമി അളന്ന് കാണിച്ച് അഡ്വാൻസും നൽകുന്നതിന് നമുക്ക് അൻഷാദിലേക്ക് എത്തണം. ടി വി പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഇതിലിപ്പോൾ അൻഷാദ് നമ്മളോട് പറയുന്നുണ്ട്, പരാതിയുമായി പോകുമ്പോൾ ആദ്യം കേസെടുക്കാൻ തയ്യാറാകുന്നേയില്ല. അപ്പോൾ മറ്റു ചിലരുടെ ഒത്താശ കൂടി ഇവർക്ക് ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. ഒരാളെയല്ല പലരെയും തട്ടിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുമുണ്ട്. അത്തരം പരാതികളുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി എന്ന് കരുതുക വയ്യ, അല്ലേ പ്രസാദ്? അത് ഒരിക്കലുമല്ല വിനീത, ഇതിൽ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ ഇവർക്ക് വേണ്ടി സർക്കാരിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കൊണ്ടുവരാം. മാത്രവുമല്ല, ഇതൊരു പ്രത്യേക പദ്ധതിയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും, രാഷ്ട്രീയക്കാരുണ്ടാകും. അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ജയശ്രീക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, പല പോലീസ് സ്റ്റേഷനിലും പരാതിയുമായി പോകുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും മടക്കി അയക്കുന്നതാണ്. ഏറ്റവും അവസാനം ഈ അൻഷാദ് ഒരുപാട് തവണ ശ്രമിച്ചിട്ടാണ് ഒരു FIR പോലും എടുപ്പിക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, നെടുമങ്ങാട് പോലീസ് ഈ FIR എടുത്തതിന് ശേഷം ഒരു നടപടികളിലേക്കും കാര്യമായി കടന്നില്ല എന്നുള്ളതാണ്. ഈ ജയശ്രീ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് മറ്റാളുടെ പറമ്പിൽ കയറാനും അവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവെടുക്കാനും ഈ ഭൂമിയാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടാനുമുള്ള സൗകര്യം ഒരുക്കുന്നതിന് പിന്നിൽ ഈ സംവിധാനം തന്നെയാണ് എന്നുള്ളതാണ്. ഇത്ര കാലമായി ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നു. ഇപ്പോൾ അൻഷാദിന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് പണം വാങ്ങിയത്, ഏതാണ്ട് 1 വർഷം. പക്ഷേ 8 വർഷം പഴക്കമുള്ള കേസ് നമുക്കറിയാം. അവരെയും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. വിനീത, ഇതിലൊരു പ്രശ്നമുള്ളത്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ആളുകളെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു ഭൂമി കാണിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും തന്റെ വാങ്ങാനുള്ള ഭൂമി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ തട്ടിപ്പിൽ വീണു പോവുകയും ഇതുപോലെ ജയശ്രീയെ പോലെയുള്ളവർ